ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോരുകറി ആയാലും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക. നല്ല ചെറിയ പീസാക്കി അരിക്കുക. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് 2 പച്ചമുളക് മതി, അതൊന്ന് കട്ട് ചെയ്ത് അത് പച്ചമുളക് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം പച്ചമുളക് കട്ട് ചെയ്ത ശേഷം ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഏതാണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയായി. ഇനി അതിൻ്റെ കൂടെ ഒരു തക്കാളി വേണം. തക്കാളി എടുക്കുക. ഒരു നല്ലൊരു പാൻ എടുത്ത് അടുപ്പിൽ തീ കത്തിച്ച് അടുപ്പിൽ വയ്ക്കുക. ആ പാനിലേക്ക് നന്നായിട്ട് പാൻ വെച്ച് അപ്പോഴത്തെ തക്കാളി മറന്നുപോയ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്ര ഐറ്റമായി. പാനിലേക്കൊരു അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു നുള്ള് ജീരകവും ഉലുവയും കൂടെ ഒരു നല്ല മൂത്ത ഉലുവയുടെ ഒരു സ്മെല്ല് പുറത്തേക്ക് വരണം. ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അല്ല, ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി, കറിവേപ്പില അതൊന്ന് ഇളക്കി ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിക്കണം. അത് ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോൾ 2 ചുമന്ന മുളക് പിച്ചിയിട്ട് കൊടുക്കണം. അതിലേക്ക് അതും മുളകും ഒന്ന് കളറൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെ ഉപ്പിട്ടില്ല. ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പാണ് ഇടുന്നത്. മോരിന് വേണ്ട ഉപ്പ് വീണ്ടും പിന്നെ ഇടുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നന്നായിട്ട് ഇളക്കുക. 2 മിനിറ്റ് മതി. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ തൈരെടുത്ത് നന്നായിട്ട് കലക്കി, വെള്ളം വളരെ കുറച്ച് ചേർക്കാവുള്ളൂ. ആദ്യം നന്നായിട്ട് കലക്കിയിട്ട് കട്ട പിടിക്കാതെ കലക്കിയിട്ട് അല്പം വെള്ളം ചേർത്ത് വീണ്ടും വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കി പതുക്കെ ഇതിലേക്ക് കട്ട പിടിക്കാതെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പെട്ടെന്നുള്ള മോര് കറി ഏതാണ്ട് തയ്യാറായി. ഇനി നമുക്കതിനെ ഒരു നല്ല സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അല്പം ഉപ്പ് നോക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മോര് തിളയ്ക്കരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കുലുക്കി വയ്ക്കുന്നത്. അതൊരു നല്ല സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ രുചികരമായ മോര് കറി